അപ്പോൾ ഇതൊരു കേസ് അടുത്ത് നമ്മൾ വർക്ക് ചെയ്തില്ലാട്ടോ ആദ്യം സ്റ്റിംഗ് ഇതിൻ്റെ നമ്മൾ 800 ചെയ്തല്ലോ വീലാർച്ച് അത് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സംഭവം വൈഡാക്കിയാണ്ട് അത് ചെയ്യണം. വണ്ടി ഒരു ബോക്സി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൽ ആ ഒരു വൈഡാക്കി ചെയ്യൽ പക്കാവെന്ന് അറിയില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഓൾറെഡി ഒരു ആർച്ച് ഇങ്ങനെ വരുന്നുണ്ട്, ലൈൻ ഉണ്ടോ, ഈ ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ടൈമിലാകുമ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് നമ്മൾ ആർച്ച് ചെയ്യാൻ ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ചെയ്യുന്ന ടൈമിലാകുമ്പോൾ നമുക്ക് ഈ ലൈനിൽ കിട്ടും. അതല്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോറും കൂടെ ആ ഒരു റൗണ്ടിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഇതുണ്ടോ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ 800-നേക്കാളും അത്യാവശ്യം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതുണ്ടോ ഒരു അതിൻ്റെ ഏകദേശം സെൻറ്റർ വരെ തന്നെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ഉണ്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഈ വണ്ടിയുടെ ലുക്ക് വരുമ്പോൾ ഇതുണ്ടോ ഒരു ബോക്സ് ടൈപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആർച്ച് ചെയ്യുന്ന ടൈമിൽ അത് ബോറാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ ഈ ഫ്രണ്ടിൽ വരുന്ന ഒരു ആർച്ച് വരുമ്പോൾ ഇവിടുന്ന് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത്രത്തോളം വൈഡാക്കിയിട്ട് ഇടേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ വെച്ചുകൊണ്ട് വൈഡാക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഒരുവിധം ഹൈറ്റ് കൂട്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈറ്റ് കൂട്ടിയിട്ട് തട്ടുണ്ടെന്നാണ് പറഞ്ഞു. ഈ ബാക്കത്തെ വീലുണ്ടോ ഈ സ്ക്രാച്ച് ഉണ്ടോ തട്ടിയിട്ടുള്ളതാണ്. ഹൈറ്റ് ഇത് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്താണ് ഇതിൻ്റെ സ്പ്രിങ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അടുത്ത അപ്ഡേഷനും കാര്യങ്ങളും ഇതിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു ആർച്ച് പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് തന്നെ ഇവിടെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക, എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇത് മുക്കത്തുനിന്ന് വന്നൊരു വണ്ടി കേട്ടോ. അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവുള്ളൂ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട്.